പറഞ്ഞിട്ടേ. എൻ്റെ പേര് ഷജ്ന, ഞാൻ UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് അലീന, ഞാൻ BEd ട്രെയിനിയാണ്. ഞാൻ അനഘ, ഞാനിപ്പോൾ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. ഞാൻ ആംലിൻ, ഞാൻ ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റിസത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊയറൊക്കെ പാടി തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ 5 പേര്, കറക്റ്റ് 5 പേരാണ്. അപ്പം ചെറുതായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിംഗ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കും, ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഏത് ഭാഗം ആരൊക്കെ പാടുന്നത് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ഞങ്ങളുടെ വോക്കൽ റേഞ്ച് ഞങ്ങൾ പണ്ട് മുതൽ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് സാർ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേച്ചി എപ്പോഴും ടെണറായിരിക്കും പാടുന്നത്, ഇവർ രണ്ടുപേരും എപ്പോഴും മെലഡിയാണ്. ഞാൻ മെലഡിയിലുണ്ട്, ബേസിലുണ്ട്. പിന്നെ വേറൊരാൾ, അവൾ തമിഴ്നാട്ടിലാണ്, അവളും ബേസാണ്. നിങ്ങൾ എങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓവർ പവർ ചെയ്യും. ഇപ്പം നമ്മളുടെ വോയിസ് മാത്രം റിലൈ ചെയ്ത് ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി അതാ വർക്ക് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാണ്ട്. നിങ്ങൾ എങ്ങനെയാ സോങ്സ് സെലക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓക്കെ പാടാം പറഞ്ഞിട്ട്. ഓക്കെ, എല്ലാ സോങ്ങും ഇങ്ങനെ വർക്ക്ഔട്ട് ആവാം കപ്പല്ല ചെയ്യുമ്പോൾ? അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യും. ഇത് ഹാർമണീസ് വർക്ക് ആവുന്ന ഒരു പാട്ടാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും. അതായത് ഈ കൊയർ സ്റ്റാർട്ട് ചെയ്ത പിന്നെ നിങ്ങൾ എങ്ങനെ മ്യൂസിക്കലി എങ്ങനെ ഗ്രോ ചെയ്തേക്കണേ? അങ്ങനെ ചെയ്തിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓഫ് കോഴ്സ്. ഞങ്ങൾ കുഞ്ഞിലേ മുതലേ പാടാൻ തുടങ്ങിയതാ. 1ാം ക്ലാസ് മുതൽ കൊയറിലുണ്ട്. LP 4th പഠിക്കുമ്പോഴാണ് കൊയറിലുണ്ട്. ബേസിക്കലി ഞങ്ങൾക്ക് ഇങ്ങനെ കരോൾ കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഇങ്ങനെ കുറേ, എൻ്റെ പപ്പയാണ് വോക്കൽ ട്രെയിനർ, അപ്പോൾ പുള്ളിക്കാരൻ കുറേ ഇങ്ങനെ ലെസൺസ് ഒക്കെ തന്ന് ഞങ്ങളിങ്ങനെ ആക്കിയെടുത്തു. നിങ്ങളുടെ കൊയർ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇപ്പോൾ വരെയുള്ള ഒരു മൊമെന്റിൽ എങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പ് ഇവോൾവ് ആയിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓവർ ടൈം ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയി. പിന്നെ ഞങ്ങൾ ഇൻഡിവിജ്വലി അല്ല, ഞങ്ങൾ 5 പേര് മാത്രമായിട്ട്, വേറെ ഒരാളും കൂടി ഉണ്ട്, ഞങ്ങൾ 5 പേരും കൂടി ആയിട്ട് ഇങ്ങനെ കവേഴ്സൊക്കെ പ്ലാൻ ചെയ്ത് സീനിയേഴ്സിൻ്റെ സർവൈലൻസ് ഇല്ലാതെ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തതല്ലേ? അതെ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനൊക്കെ പോകാറുണ്ടോ? ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് കോറസ് പാടാനായിട്ട് പോയിട്ടുണ്ട്. വേറെ ഇങ്ങനെ ഒറിജിനൽ കരോൾസ് ഇറക്കും പള്ളിയിൽ നിന്ന്, അപ്പോൾ അതിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. നിങ്ങളുടെ കൊയറിൻ്റെ മ്യൂസിക്കിനെ ഒരു ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തു പറയും? ഹാപ്പിനെസ്, സിങ്ക്രണൈസ്ഡ്. നിങ്ങളുടെ കൊയറിനൊരു പേരിടാൻ പറഞ്ഞു എന്താ? ഞങ്ങൾ ഇതുവരെ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലേ. ഇപ്പൊ ചിന്തിച്ചോ? സമയം എടുത്ത് ചിന്തിക്കണോ? അത് സമയം എടുത്ത് ചിന്തിക്കണമല്ലോ. അതായത് പെൻറ്റട്രോണിക്സ് എന്നുള്ള പേര് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് വേണോ? അല്ല, അത്ര ഇല്ല, പെൻറ്റട്രോണിക്സ് അത്ര എന്തായാലും ഇല്ല. പക്ഷെ ഞങ്ങൾ 5 പേരുണ്ട്. 4 പേരും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി യു ഗൈസ് കെൻ ബി റിതം സാധനങ്ങളും ബീറ്റ് ബോക്സിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻകോർപ്പറേറ്റ്. വി ഹാവ് ഡൺ പെൻറ്റട്രോണിക്സിൻ്റെ കരോൾ ഓഫ് ദ ബെൽസ് എന്ന് പറഞ്ഞൊരു ഫേമസ് പാട്ടില്ലേ, അത് ഞങ്ങൾ ആക്ച്വലി കരോളിന് പാടിയായിരുന്നു. അത്യാവശ്യം രസം. ബീറ്റ് ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ അത്യാവശ്യം ഫുൾ ഓഫ് ചെയ്തു അത്. പക്ഷെ ബീറ്റ് ബോക്സസിനൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയായതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പോൾ നമുക്കൊരു ലൈവ് സോങ് കേട്ടാലോ? Hallelujah.